എന്നാ പരിപാടിയാണോ കാണിക്കണേ? ആ കൊച്ചു പെമ്പിള്ളാരും ചേച്ചിമാരൊക്കെ ഇരിക്കുന്ന അടുത്ത് നിന്നിട്ട് കിസ്സെന്നോ? സോറി, ബുഷ്. ഓ, അടുത്തത് ബുഷ് മാറി, ഒബാമ മാറി, ഇപ്പൊ ട്രംപാണ്. ശ്രദ്ധിക്കണം. ട്രംപ്. താൻ എന്താണ് ഉദ്ദേശിക്കണത്? എന്താണ്? അല്ല, നമ്മൾ കരോട്ടക്കാരെ ഒരു സദസ്സിലേക്ക് വരുമ്പം അവരെ വിഷയത്തില്ലേ? ഓ, ഊസ്. അപ്പൊ ചേട്ടൻ കരാട്ടേക്കാരനാണല്ലേ? അത് കൊള്ളാം. ഞാൻ ഒരു കരാട്ടക്കാരനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ല, അതിനെന്താണ്? ഞാൻ കരാട്ടക്കാരനാണ്. അതിനെന്താ കുഴപ്പം? എന്താ ചേട്ടാ ഇങ്ങോട്ട് ഒന്നും ഇല്ല. ചേട്ടൻ കരാട്ടക്കാരനല്ലേ? അല്ല, കയ്യൊക്കെ തെറുത്തോണ്ട് വരുന്ന എന്താ? അല്ല, ഞാനിതിന്റെ കയ്യൊന്ന് നേരെ ഇട്ടതാ. ചേട്ടൻ എവിടെ നിന്നോളൂ. പേടി ഒട്ടും ഇല്ലല്ലേ? ചേട്ടാ ഈ കരാട്ടെ എന്റെ പൊന്നോ, ഈ ചില്ലറക്കാരനല്ലട്ടാ. ഈ കരാട്ടക്കാരാവാനുള്ള കാര്യം എന്താണ്? 26 വർഷം ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. 26 വർഷം ഞാൻ പൊറോട്ട കഴിക്കുകയായിരുന്നു. കരാട്ടയായിട്ട് എന്താ ബന്ധം? പൊറോട്ടയും കരാട്ടയായിട്ട് ബന്ധം നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? ഇല്ല. ഈ പൊറോട്ട മൈദയോട് മല്ലടിക്കുന്നു, കരോട്ട മനുഷ്യനോട് മല്ലടിക്കുന്നു. രണ്ടും ആയോധന കലയാണ്. അല്ല, ഈ കരാട്ടെ മാത്രമേ ഉള്ളോ? വേറെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ കയ്യില്? ഞാൻ കരാട്ടെ മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, ഞാനൊരു സ്റ്റണ്ട് മാസ്റ്ററാണ്. സ്റ്റണ്ട് മാസ്റ്റർ ആണോ? ഞാൻ സ്റ്റണ്ട് മാഷാണ്. പുലിമുരുകൻ. അത് പീറ്റർ ഹെയ്നല്ലേ ചെയ്ത? ഞങ്ങൾക്കൊക്കെ അറിയില്ലേ? പറ്റിക്കാൻ നോക്കുന്നു, ആളെ പറ്റിക്കുന്ന. ഞാനിതൊന്ന് ഫുള്ള് പറഞ്ഞോട്ടെ. പുലിമുരുകനിൽ ഞാനാണെന്ന് പറഞ്ഞോ? ഇല്ല, പീറ്റർ ഹെയ്നാണ്. എങ്ങനെയാണ് പീറ്റർ ഹെയ്നിന്റെ കയ്യിലേക്ക് ഇത് പറ്റിയത്? ആദ്യം ഞാനാണ് ഇത് ചെയ്തേണ്ടത്. അറിയാമോ? അതൊരു കഥയാണ്. ഞാനൊരു ദിവസം പുലിമുരുകന്റെ ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോ ലാലിരിക്കുന്നു, വൈശാഖ് ഇരിക്കുന്നു. പിന്നെ ലാൽ സാറിനെ വൈശാഖ് സാറിനെയാണോ പറയണേ? അതെ അതെ, നിങ്ങൾക്ക് നിങ്ങൾ സാറിനെ വിളിക്കുന്നെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ ഇടാപോടാ ബന്ധമാണ്. ഒരുപാട് സിനിമയിൽ ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. പിന്നെ എന്റെ അത്രയും പ്രായമില്ലല്ലോ, പിള്ളേരല്ലേ അവരൊക്കെ. അപ്പൊ ലാലിരിക്കുന്നു, വൈശാഖ് ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നു. എന്നെ കണ്ടതും ചാടി എണീറ്റു. പുലി. പുലി. ബഹുമാനം കൊണ്ടല്ല, എന്റെ ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഓവറായിട്ട് മാംസമുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ആരോ എന്തോ പറഞ്ഞു. അപ്പൊ അവൻ അവിടെ കിടന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബഹുമാനമല്ല, ഇറച്ചി അടിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഞാൻ 1-2 അഭ്യാസം അവിടെ കിടന്ന് കാണിച്ചു. ലാലിന്റെയും പിന്നെ വൈശാഖിന്റെയും മുന്നിൽ. അത് നിങ്ങൾ ബഹുമാനിച്ചോളൂ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനം പേര് വിളിക്കുന്നു. അങ്ങനെ 1-2 നമ്പേഴ്സ് ഞാൻ അവിടുത്തെ കാണിച്ചപ്പോ ഇവർക്ക് 2 പേർക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മതി, നിങ്ങളാണ് ഈ പുലിമുരുകന്റെ സ്റ്റണ്ട് മാഷ്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. ഇനിയും സിനിമയിൽ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു തളിർ വെറ്റിലയിൽ ഒരു പഴുക്കടക്ക വെച്ചിട്ട് 101 രൂപ അപ്പൊ തന്നെ അഡ്വാൻസ് തന്നു. ടോമിച്ച മുളക് പാടായിരിക്കും തന്നത്. എന്തോ 2-3 മുളക് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു, അതെനിക്കറിയില്ല. അപ്പൊ ഞാനത് സന്തോഷത്തോടെ അവരുടെ അത് സ്വീകരിച്ചു. 101 രൂപ കണ്ട് പോയി. അപ്പം 18-ാം തീയതിയാണ് ഞാൻ ചെല്ലുന്നത്. 19-ാം തീയതി രാവിലെ ഷൂട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചെന്നു. ഞാൻ അവിടെ പോയി ഒരു സാധനം എടുത്തു. 101 രൂപയ്ക്ക് ഒരു സാധനം എടുത്തു. കുറഞ്ഞതാ, കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് സഹിച്ചു. ഒരു ചെറിയ സാധനം എടുത്ത് ഞാൻ അടിച്ച് കിടന്നുറങ്ങി. രാത്രി ഒരു 12-12:30 ആയപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ. ഞാൻ ഫോൺ എടുത്ത ആരുടെ ഈ പാതിരാത്രിക്ക്? ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ആരാണ്? പീറ്റർ ഹെയ്ൻ എന്നെ വിളിക്കുകയാണ്. 18-ാം തീയതി രാത്രി 12:30 എന്നെ വിളിക്കുന്നത് എന്തിനായിരിക്കും? എന്നെ വിളിച്ചിട്ട് പറയാ, അളിയാ ചതിക്കല്ലേ അളിയാ, എന്റെ വർക്ക് വെട്ടല്ലേ, ഞാൻ അന്യ നാട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, എങ്ങനെയും അളിയൻ ഇതിനകത്തുനിന്ന് ഒഴിവാകണം. ഞാൻ പറഞ്ഞു, പീറ്റർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരെനിക്ക് 101 രൂപ അഡ്വാൻസ് തന്നല്ലോ. അപ്പം എൻ്റെ അളിയ പൊന്നെ ചതിക്കല്ലേ, പ്ലീസ് ഒരു കാര്യം ചെയ്യൂ, ഞാൻ 500 രൂപ വേണേ തരാം.
ഞാൻ പറഞ്ഞു പൈസ ഒന്നും എനിക്ക് പൈസയ്ക്ക് വേണ്ടി അല്ലല്ലോ, നമ്മള് വർക്ക് എന്ന് പറയുന്ന ആത്മാർത്ഥമായിരിക്കും. അപ്പൊ പറഞ്ഞു അളിയ എന്റെ പൊന്നളിയ, അളി ഒരു കാര്യം ചെയ്യും, അളിയനൊരു ഫുള്ള് തരാം. ഞാൻ ഒരു സംശയം, ഈ കരാട്ടെ പഠിച്ചതുപോലെ നുണ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഉള്ളത് പറയുമ്പോ ഈ കള്ളന്മാർക്ക് തുള്ളല് കയറും, അത് സ്വാഭാവികമായിട്ടുള്ളതാ. എനിക്ക് ആകപ്പാട് ഞാനിപ്പോ വന്നത് ഒരു വിഷമം പറയാൻ വേണ്ടിയാണ്. എനിക്ക് കുട്ടികളില്ല. ദൈവമേ, അത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്താ പ്രശ്നം എന്നുള്ളത് ഭാര്യയും കൂടെ വിളിച്ചോണ്ട് പോയാൽ രണ്ടുപേരിൽ ആർക്കാണ് പ്രശ്നം എന്നുള്ളത് അറിയാലോ. അയ്യേ, ആ കുട്ടികളല്ല, എനിക്ക് കരോട്ടെ പഠിപ്പിക്കാൻ സ്റ്റുഡൻസ് ഇല്ലെന്ന്. സ്റ്റുഡൻസ് ഇല്ല. അതിനെന്താ പിള്ളേരുണ്ടല്ലോ, പിള്ളേരെ പഠിപ്പിച്ചോ. അവര് റെഡിയാണോ? പിന്നെ അവര് റെഡി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ എനിക്ക് ഒരു 10 കുട്ടികളെ ഒന്ന് അറേഞ്ച് ചെയ്ത്. തീർച്ചയായിട്ടും മക്കളെ, നല്ല ചുള്ളം പിള്ളേർ ആരാണ് മാഷ് വിളിക്കുന്നത്? അത്യാവശ്യം കരാട്ടയും കാര്യങ്ങളൊക്കെ പഠിക്കാം. വരുന്നവര് ഓരോ വടിയായിട്ട് വരണം, ഓരോ വടിയായിട്ട് വരണം. 1-2 ചെറിയ നമ്പറുകൾ ഞാൻ കാണിച്ചു തരാം. വടിയെന്നാണ് പറഞ്ഞത്, പത്തലല്ല പറഞ്ഞത്. ഞാൻ കാണിച്ചു കൊടുക്കാം, നിങ്ങൾ നിശബ്ദമായിട്ട് അടിക്കണം. ഞാൻ ഒഴിഞ്ഞു മാറുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ റെഡി 1 2 3 എന്ന് പറയുമ്പോ തല്ലിയേക്കണം. ഓക്കെ, ഒന്നും നോക്കണ്ട, എനിക്ക് വേദനിക്കില്ലേ. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറിക്കോളൂ. ഓക്കെ, റെഡി 1 2 3. അയ്യോ അയ്യോ അയ്യോ, ഒന്നുമല്ല, നിന്റെയൊക്കെ തന്തയുടെ പ്രായമില്ല. നിങ്ങളൊന്നും ഓർത്തു, ഒരു ബഹുമാനം വേണ്ടേ? തലമുതിർന്ന ആൾക്കാരോട് ഒരു ബഹുമാനം വേണ്ടേ? മക്കളെ ഇത്തിരി കൂടി പോയിട്ടാ, ഒരു അടിയും പാഴയില്ല, എല്ലാം കൊണ്ടില്ലേ. നിങ്ങളും വളരും, വലുതാകും, അന്നേരം എവിടുന്നേലും ഒക്കെ ഇതുപോലെ കിട്ടും, അന്നേരം നിങ്ങൾ പഠിച്ചോളും. അല്ല, മാഷ് ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ അവരടിച്ചത്? അതെ. അല്ല, എന്നിട്ട് ഒഴിഞ്ഞു മാറാൻ എന്താ പഠിപ്പിക്കാത്തെ? അല്ല, ഞാൻ പോവാ. അല്ല മാഷ് അങ്ങനെ പോലെ ഒഴിഞ്ഞു മാറാൻ അതെന്നാ പരിപാടിയത്? പിള്ളേരെ ഒഴിഞ്ഞു മാറാൻ പഠിപ്പിച്ചിട്ട് പോകും. എന്താ കുഴപ്പം? എന്താ വഴക്കിട്ട് പോലെ പക്ഷെ പഠിപ്പിക്ക്. പഠിപ്പിക്ക്. എന്തോ ഞാൻ എന്തോ പഠിപ്പിക്കാനാണ്. അല്ല, ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കുന്നില്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു.